ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം, പ്രധാനമന്ത്രി ഇന്ന് വന്ന് കേരളത്തെ സംബന്ധിച്ച്, കേരളത്തിൻ്റെ അനന്ത സാധ്യതകളെ സംബന്ധിച്ച്, കേരളം രാജ്യത്തിന് നൽകുന്ന വലിയ സംഭാവനകളെക്കുറിച്ചൊക്കെ അദ്ദേഹം പറയുമ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത്, എനിക്കൊന്ന് 2016 തോന്നുന്നു, അതിനുശേഷം അദ്ദേഹത്തിന് അങ്ങനെ പറയാനൊരു അവസരമൊന്നും കേരളത്തെ സംബന്ധിച്ച് വന്നിട്ടില്ല. 16 മറ്റോ ആണെന്ന് തോന്നുന്നു. കേരളത്തിൽ വന്നൊരു തെരഞ്ഞെടുപ്പ് കാലത്ത് കേരളം സൊമാലിയയോട് താരതമ്യപ്പെടുത്തിയ ആളാണ് നമ്മുടെ പ്രധാനമന്ത്രി. വലിയ വിമർശനം അന്ന് നരേന്ദ്രമോദി കേട്ടിരുന്നു. ഏതായാലും ഇപ്പോൾ ഇവിടേക്ക് വരുന്ന പ്രധാനമന്ത്രിയാവട്ടെ, അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയിലെ മന്ത്രിമാരാവട്ടെ, ഇൻവെസ്റ്റ് കേരളയിലൊക്കെ വന്ന് ഇവരെല്ലാം, പീയൂഷ് ഗോയലൊക്കെ വാതോരാതെ കേരളത്തെ സംബന്ധിച്ച് നിങ്ങളെ അങ്ങ് കൈയയച്ച് പ്രോത്സാഹിപ്പിക്കുകയാണ്. വേണ്ട സാമ്പത്തിക സഹായങ്ങൾ തരുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അത് തരുന്നില്ല എന്നുള്ളത് വേറെ കാര്യം. പക്ഷേ പ്രോത്സാഹനത്തിന് ഒരു കുറവുമില്ല. അതിന്നും പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. അങ്ങനെ ഗംഭീരമായി കേരളം മുന്നോട്ട് പോയിക്കോളൂ എന്ന് ആശംസിച്ചും പ്രശംസിച്ചും തന്നെയാണ് അദ്ദേഹം ഇന്നും പോയത്. പണ്ടത്തെ സോമാലിയ പ്രയോഗം ഞാൻ സാന്ദർഭികമായി സൂചിപ്പിച്ചു എന്ന് മാത്രം. പക്ഷേ മിനിസ്റ്റർ, ഇന്ന് അങ്ങനെ അദ്ദേഹം സംസാരിച്ച് വന്നതിനിടയിൽ ഒരു സംഭവം ഉണ്ടായല്ലോ. പരിഭാഷകൻ അത് മലയാളത്തിലേക്ക് കൊണ്ടുവന്നില്ല. അദ്ദേഹം പറഞ്ഞത് പലരുടെയും ഉറക്കം കെടുന്നതിനെക്കുറിച്ചാണ് പറഞ്ഞത്. അദ്ദേഹം ആളുകൾക്ക് ഏതൊക്കെയോ മനസ്സിലാകുന്ന തരത്തിലാണ് ആ രാഷ്ട്രീയത്തെ, വളരെ സമർത്ഥനായ ഒരു രാഷ്ട്രീയ നേതാവാണല്ലോ അദ്ദേഹം, വളരെ കൃത്യമായി അവിടെ അവതരിപ്പിച്ചു വെച്ചത്. കാരണം ശശി തരൂരുണ്ടല്ലോ എന്ന് പറയുമ്പോൾ ഉറക്കം കെടുന്നത് ആരാണ് എന്ന് എല്ലാവർക്കും ഒരുവിധം പിടികിട്ടും. അപ്പോൾ പിന്നെ ആളുകളുടെ ചോദ്യം, ഇത് രാഹുൽ ഗാന്ധിയെക്കുറിച്ചാണോ അതോ വി.ഡി. സതീശനെ കുറിച്ചാണോ എന്നൊക്കെയാണ് ആളുകളുടെ ഇപ്പോഴത്തെ സംശയം. മന്ത്രിയുടെ മനസ്സിലെ ഒരു കണക്കൂട്ടൽ എന്താണ്? അദ്ദേഹം വളരെ ബോധപൂർവവും വളരെ ഡിപ്ലോമാറ്റിക്കായിട്ടുമാണ് ആ ഒരു പരാമർശം നടത്തിയിട്ടുള്ളത്. ബഹുമാനായ ഡോക്ടർ ശശി തരൂർ എം പി വേദിയിലുണ്ട്, ബഹുമാനപ്പെട്ട MLA ശ്രീ M. വിൻസെൻ്റ് വേദിയിലുണ്ട്. അപ്പോൾ വേദിയിൽ വരാത്തത്, അദ്ദേഹത്തിൻ്റെ ലിസ്റ്റ് അംഗീകരിച്ച് ഇങ്ങോട്ട് അയച്ചിട്ടും പങ്കെടുക്കാൻ വേണ്ടി അദ്ദേഹത്തെ ക്ഷണിച്ചിട്ടും വരാതിരിക്കുകയും അതോടൊപ്പം തന്നെ ഇതിൽ അസംതൃപ്തിയും അസഹിഷ്ണുതയും രേഖപ്പെടുത്തുകയും ചെയ്ത് അദ്ദേഹം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഇദ്ദേഹം കൃത്യമായി പലരുടെയും ഉറക്കം കെടുത്തും എന്ന രൂപത്തിലേക്കുള്ള പ്രയോഗം നടത്തിയപ്പോൾ അത് ഇവിടെ നന്നായി കൊള്ളുന്നത് കേരളത്തിലെ പ്രതിപക്ഷ നേതാവിൻ്റെ രംഗത്താണ് ആ പരാമർശം ചെന്ന് പതിക്കുന്നത് എന്ന കാര്യത്തിൽ ആർക്കും തർക്കമുണ്ടായില്ല. പരിഭാഷകൻ അത് വിട്ടുപോയതല്ല, ബോധപൂർവ്വം വിസ്മരിക്കുകയാണ് ചെയ്തതെന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത് വേദിയിരുന്നപ്പോൾ. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം വളരെ ഡിപ്ലോമാറ്റിക്കായിട്ട് ചില പരാമർശങ്ങൾ നടത്തിയ കൂട്ടത്തിൽ ഇതും നടത്തി എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയമായ കാര്യം. മുമ്പ് അദ്ദേഹം സോമാലിയയെ പോലെ എന്ന് വിശേഷിപ്പിച്ച അദ്ദേഹത്തിൻ്റെ നാവ് കൊണ്ട് തന്നെ കേരളം ഇന്ത്യക്ക് മാതൃകയാണെന്ന് പറയേണ്ട അവസ്ഥയിലേക്ക് എത്തി എന്നുള്ളത് അഭിമാനകരമല്ലേ? ഇപ്പം നീതി ആയോഗിൻ്റെ ചെയർമാൻ അദ്ദേഹമാണ്. കേരള 7 കാര്യങ്ങളിൽ 1-ാം സ്ഥാനത്താണെന്ന് നീതി ആയോഗ് പറയും. 1, നമ്മൾ സുസ്ഥിര ഭരണം, അത് നമുക്ക് കൃത്യമായി ബോധ്യപ്പെടും. 2, വിദ്യാഭ്യാസ രംഗത്ത് 1-ാം സ്ഥാനം. 3, ആരോഗ്യപരിപാലന രംഗത്ത് ആഗോള മാതൃക, നീതി ആയോഗ് അംഗീകരിച്ച. 4, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ നൽകുന്ന സംസ്ഥാനം കേരളം, 61 ലക്ഷം. 5, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സൗജന്യമായി ഭവനം നിർമ്മിച്ചു കൊടുത്ത സംസ്ഥാനം 4,75,000 കേരളം. ഇന്ത്യയിൽ ഇപ്പോൾ വ്യാവസായിക രംഗത്ത് നമുക്ക് കണ്ടു, കേന്ദ്രമന്ത്രി തന്നെ വന്ന് അഭിനന്ദനം രേഖപ്പെടുത്തി 1-ാം സ്ഥാനത്ത് വ്യാവസായിക മേഖലയിൽ നാം പുരോഗതി നേടി മുന്നോട്ട് വന്നിരിക്കുന്നു. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ നമ്മൾ 1-ാം സ്ഥാനം. ഇനി അടുത്തത് വരാൻ പോകുന്നു. നമ്മളിപ്പോൾ അതിൻ്റെ കേളികൊട്ട് ആരംഭിച്ചു കഴിഞ്ഞു. അടുത്ത നവംബർ 1 എത്തുമ്പോഴേക്ക് ഇന്ത്യയിലെ ആദ്യത്തെ അതിദാരിദ്ര്യ സംസ്ഥാനം എന്ന ഖ്യാതി കേരളത്തിന് സ്വന്തമാകാൻ പോകുന്നു. നീതി ആയോഗ് കണക്ക് പ്രസിദ്ധീകരിക്കുമ്പോൾ നമ്മൾ കണ്ടു, ഗുജറാത്തിൽ, UP, രാജസ്ഥാനിൽ, ബീഹാറിൽ എല്ലാം 25% മുകളിൽ നിൽക്കുമ്പോൾ 0.72 ആയിരുന്നു കേരളത്തിൽ. 66,006 കുടുംബം മാത്രം. അതിപ്പോൾ 78% പരിഹരിച്ചു കഴിഞ്ഞിരിക്കുന്നു. ബാക്കി കൂടി ഏതാനും മാസങ്ങൾക്കുള്ളിൽ പരിഹരിച്ച് അടുത്ത നവംബർ 1 കേരളം അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം ചെയ്യുന്ന പട്ടികയിലേക്ക് വരുമ്പോൾ അദ്ദേഹം ഉയർത്തിയ സോമാനിയ പ്രയോഗം അദ്ദേഹത്തിന് തന്നെ തിരുത്തി പറയേണ്ടി വരുന്നു എന്ന് മാത്രമല്ല, ആഗോളതലത്തിൽ പരിശോധിക്കുമ്പോൾ ലോക ജീവിത സൂചി എടുത്ത് പരിശോധിച്ചപ്പോൾ പട്ടിണിക്കാരുടെ പരിവേഷത്തിൽ 105-ാം സ്ഥാനത്താണ് ഇന്ത്യയുടെ സ്ഥാനം. നമ്മുടെ പിന്നിൽ ഇപ്പോൾ സോമാലിയ അതുപോലുള്ള ചില രാജ്യം മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളവരെല്ലാം നമ്മുടെ മുമ്പിലാണ് എന്നത് തിരിച്ചറിയുന്നത് നന്നായിരിക്കുമെന്ന കാര്യം കൂടി സന്ദർഭവശാൽ സൂചിപ്പിക്കും. അതെ, നമ്മളിപ്പോൾ സാന്ദർഭികമായി സംസാരിച്ച ആ വിഷയത്തെക്കുറിച്ച് ശശിധരൻ എന്ന സുഹൃത്തും പ്രേക്ഷകനും ഇതേക്കുറിച്ച് തന്നെ എഴുതിയിട്ടുണ്ട്. അങ്ങനെ സോമാലിയോട് ഉപമിച്ച പ്രധാനമന്ത്രിക്ക്, മോദിക്ക് തന്നെ കേരളത്തിൽ വന്ന് ഇന്ന് രാജ്യത്തിൻ്റെ അന്താരാഷ്ട്ര തുറമുഖം ഉദ്ഘാടനം ചെയ്യേണ്ടി വന്നു എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ഞാൻ അതിനിടയിൽ ഒരു കാര്യം കൂടി മിനിസ്റ്റർ, ഒരു പ്രധാനപ്പെട്ട ചോദ്യം ജോഗേഷ് കുമാറിൻ്റെ ഭാഗത്ത് നിന്ന് ജോഗേഷ് കുമാർ ചോദിക്കുന്നു. അതായത് പോർട്ട് കാണാൻ പൊതുജനങ്ങൾക്ക് അനുവാദം കൊടുക്കുമോ? തുറമുഖ മന്ത്രിയുടെ മറുപടി വേണ്ട ഒരു ചോദ്യമാണ്. നിശ്ചയമായും കാണണമെന്ന് താല്പര്യപ്പെട്ട് വരുന്ന ഏതൊരു വ്യക്തിയും അവിടെ സന്ദർശനത്തിന് ചില സെക്യൂരിറ്റി സംവിധാനങ്ങൾ നിലനിൽക്കുന്നുണ്ട്.
അവരുമായി ആശയവിനിമയം നടത്തി ആര് വന്നാലും തുറമുഖം ഇപ്പോൾ കാണിക്കാനുള്ള സൗകര്യം കൊടുക്കണമെന്നാണ് ഞാൻ നിർദ്ദേശിച്ചിട്ടുള്ളത്. അദ്ദേഹം ചോദിച്ച പോലെ എപ്പോൾ വന്നിരുന്നാലും ഏതെങ്കിലും തരത്തിൽ അവിടെ ആരെങ്കിലും നിഷേധം പറഞ്ഞ് എന്നെ വിളിച്ചാൽ മതി, ഞാൻ ഉറപ്പായിട്ട് അവിടെ സന്ദർശിക്കാം. അല്ലാതെ തന്നെ അവിടെ പറഞ്ഞിട്ടുണ്ട്, പൊതുജനങ്ങൾ വന്നാൽ ഇപ്പോൾ അത് കാണാനുള്ള സൗകര്യം കൊടുക്കണം. ഇപ്പോൾ അതിൻ്റെ സുരക്ഷാ സംവിധാനത്തെ സംബന്ധിച്ച് ഓർഡറുകളെല്ലാം ഇറങ്ങാൻ പോവുകയാണ്. അത് സുരക്ഷിത മേഖലയായി പ്രഖ്യാപിക്കാൻ പോവുകയാണ്. അപ്പോൾ സ്വാഭാവികമായി എൻ്റെ സെക്യൂരിറ്റി അതിപ്രധാനമാണ്, എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ട് ആ സെക്യൂരിറ്റി സംവിധാനങ്ങളോട് യോജിച്ച് നിന്നുകൊണ്ട് അവിടെ കയറി ഇത് കാണാൻ വരുന്നവർ ഓവർകോട്ട് ധരിക്കേണ്ടി വരും, അതുപോലെ തന്നെ തൊപ്പി ധരിക്കേണ്ടി വരും, അവർ നിൽക്കുന്ന സെക്യൂരിറ്റി ഫോഴ്സിൻ്റെ നിർദ്ദേശങ്ങൾ പാലിക്കേണ്ടി വരും. അത് സഞ്ചരിക്കാവുന്ന ഏരിയ ഉണ്ട്, അല്ലാത്തതുകൊണ്ട് അത് പാലിച്ചുകൊണ്ട് വരുന്ന ആർക്കും തുറമുഖം കാണാനുള്ള സൗകര്യം കൊടുക്കുമെന്ന് ആ പ്രേക്ഷകനെ വിനയപൂർവ്വം അറിയിക്കുകയാണ്. അതെ, അതിനേതെങ്കിലും സമയം, ഒരു ദിവസം ഇത്ര സമയം അല്ലെങ്കിൽ ആഴ്ചയിൽ ഇത്ര ദിവസം, അങ്ങനെ എന്തെങ്കിലും ആലോചനയിലുണ്ടോ? ഇല്ല, അങ്ങനെ ഒരു കാര്യത്തിലേക്ക് നമ്മൾ കമ്മീഷൻ ചെയ്യാത്തതുകൊണ്ട് കടന്നില്ല. ഇപ്പോൾ വരുന്നവരെ എല്ലാവരും ഏത് സമയത്ത് വന്നാലും നമ്മൾ കാണിക്കുന്ന ഒരു സംവിധാനമാണ് ഉണ്ടായിരുന്നത്. ഇനി അതിന് ഭാവിയെ സംബന്ധിച്ച് സുരക്ഷാ വലയത്തിൽ പെട്ട് കഴിയുമ്പോഴേക്കും ഒരു സമയം നിശ്ചയിച്ച് വരുന്നവർക്ക് കാണാനുള്ള സൗകര്യം ഉറപ്പാക്കി കൊടുക്കും. കാരണം നാട്ടിൽ ഇതെല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് ജനങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയതല്ലേ, അവർക്ക് പ്രവേശനമില്ലെങ്കിൽ പിന്നെ ആർക്ക് വേണ്ടിയാണ് ഇത് ഉണ്ടാക്കിയത്? അതുകൊണ്ട് അവർക്കത് കാണാനും നാടിൻ്റെ പുരോഗതി വിലയിരുത്താനും എല്ലാം ഏതൊരു വ്യക്തിയും ഈ നാട്ടിൽ നിന്ന് വന്നാൽ അവർക്ക് എല്ലാ അവസരം ഒരുക്കി കൊടുക്കുമെന്ന് കൂടി ഈ സന്ദർഭത്തിൽ വിനയപൂർവ്വം പ്രേക്ഷകരെ അറിയിക്കുക.